ഹായ് ഫ്രണ്ട്സ്, കുഞ്ചാക്കോ ബോബൻ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സിനിമാ യാത്രയുടെ തുടക്കം അത്ര എളുപ്പമായിരുന്നില്ല. മലയാളികൾ ഇന്നും നെഞ്ചിലേറ്റുന്ന അനിയത്തിപ്രാവ് എന്ന സിനിമയിലൂടെയായിരുന്നു കുഞ്ചാക്കോ ബോബൻ്റെ അരങ്ങേറ്റം. ആദ്യ സിനിമ കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടുക എന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ 1997 പുറത്തിറങ്ങിയ അനിയത്തിപ്രാവ് ആ ചരിത്രം സൃഷ്ടിച്ചു. എന്നാൽ ഈ സിനിമയിലേക്ക് കുഞ്ചാക്കോ ബോബൻ എത്തിയത് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. സമീപകാലത്ത് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം തന്നെയാണ് ആ ഓർമ്മകൾ പങ്കുവച്ചത്. ഫാസിലിൻ്റെ സിനിമയിലേക്ക് ഓഡീഷനിലൂടെയായിരുന്നു അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെയാണ് ഓഡീഷനിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടുവെന്ന വാർത്ത കേട്ടപ്പോഴും ആദ്യം സിനിമ ചെയ്യേണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മാത്യു നിർണായകമായൊരു ഉപദേശം നൽകിയത്. ഇത്ര വലിയ അവസരം ലഭിച്ചിട്ട് അത് വേണ്ടെന്ന് പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് സുഹൃത്ത് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ആ വാക്കുകളാണ് കുഞ്ചാക്കോ ബോബനെ സിനിമയിലേക്ക് എത്തിച്ചത്. ആ തീരുമാനം പിന്നീട് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. അനിയത്തിപ്രാവ് വമ്പൻ വിജയമായി മാറി. കുഞ്ചാക്കോ ബോബൻ മലയാളികളുടെ സ്വന്തം ചാക്കോച്ചനായി മാറുകയും ചെയ്തു. ആദ്യ സിനിമയ്ക്ക് അദ്ദേഹത്തിന് ലഭിച്ച പ്രതിഫലം വെറും 50,000 രൂപയായിരുന്നു. എന്നാൽ ആ തുക അദ്ദേഹം സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചില്ല. മുഴുവൻ തുകയും അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിൽ ഏൽപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം മറ്റൊരു രസകരമായ കാര്യവും അദ്ദേഹം വെളിപ്പെടുത്തി. അനിയത്തിപ്രാവിൽ സ്വന്തം കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്തത് താനില്ലെന്നും നൃത്തത്തിൽ ആളുകൾ പ്രശംസിക്കാറുണ്ടെങ്കിലും പ്രൊഫഷണൽ ഡാൻസ് പരിശീലനം തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിനും അദ്ദേഹം വ്യക്തമായ മറുപടി നൽകി. സംവിധാനം എന്നത് വളരെ ആഴമുള്ളതും ഉത്തരവാദിത്തമുള്ളതുമായ ജോലിയാണെന്നും താൻ അഭിനയത്തിൽ തന്നെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു സുഹൃത്തിൻ്റെ പ്രോത്സാഹനവും ഒരു ശരിയായ തീരുമാനവും അതാണ് മലയാള സിനിമയ്ക്ക് കുഞ്ചാക്കോ ബോബൻ എന്ന പ്രിയപ്പെട്ട താരത്തെ സമ്മാനിച്ചത്. ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള നല്ല രസകരമായ വിശേഷങ്ങളുമായി വരുന്നത് വരെ ദിസ് ഈസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് വിത്ത്